أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. മങ്കൂസ് മൗലിദിൻ്റെ പ്രാമാണികത എന്ന വിഷയത്തിൽ കൗൺസിൽ ഫോർ അർഷദി സ്കോളേഴ്സ് കാസ് കേരളയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന അർഷദി ടോക്ക് സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ ചർച്ചയിലേക്ക് മുഴുവൻ ശ്രോതാക്കളെയും ക്ഷണിക്കുകയാണ്. ഇത് കാണുന്ന ഇതിൻ്റെ പ്രേക്ഷകർ ഇതിൻ്റെ മുന്നോടിയായി നടന്നിട്ടുള്ള മുഴുവൻ സെഷനുകളും കേൾക്കുന്നത് ഈ വിഷയത്തിലുള്ള ഒരു വിശാല പഠനത്തിന് ഉപകരിക്കും എന്ന് കൂടി ഓർമ്മപ്പെടുത്തി ചർച്ചയിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഏതായാലും കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു എല്ലാവരാലും സുസമ്മതനാണെന്നും അംഗീകൃതനാണെന്നും ഇവിടെ സമർത്ഥിക്കപ്പെട്ടു കഴിഞ്ഞു. കേരള വിദഴികൾ പറയുന്നത് പോലെ കേവലം കെട്ടുകഥ പ്രചരിപ്പിക്കുന്ന ഇസ്ലാമിന് അന്യമായ കാര്യങ്ങളൊക്കെ പറയുന്ന ഒരാളല്ല എന്നത് ഇമാമിങ്ങളുടെ കിതാബുകൾ വെച്ചുകൊണ്ട് തന്നെ സ്ഥിരപ്പെടുത്തി. ഇനി നമുക്കതിൻ്റെ ബാക്കിയുള്ള വശങ്ങളിലേക്ക് പ്രവേശിക്കാം. കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് വന്നു എന്ന് പറഞ്ഞിട്ട് പറയുന്ന കാര്യം, ലമ്മാ അറാദല്ലാഹു തആല ഇദ്ഹാറൻ നൂരിൽ മഖ്സൂനി വ ഇബ്റാസൽ ജൗഹരിൽ മക്നൂനി മിൻ അബ്ദില്ലാഹി ഇലാ ബത്നി ആമിനത അത്ഹരി ഫതാത്തിൻ ഫിൽ അറബ് വദാലിക ഫീ ലൈലത്തിൽ ജുമുഅത്തി മിൻ ശഹ്രി റജബിൻ അമറ റിദ്വാന അലൈഹിസ്സലാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയണം. അവിടുത്തെ ഗർഭം ധരിച്ചത് റജബ് മാസത്തിലാണ് എന്നാണ് ഇപ്പോൾ ഇതിൽ പറയുന്നത്. അപ്പോൾ ഇവരിത് കെട്ടുകഥയാണ് അല്ലെങ്കിൽ കെട്ടുകഥ പറയുന്ന ആളാണ് എന്നൊക്കെ പറയാനുള്ള കാരണങ്ങളിൽ ഒന്ന് ഈ പറയുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റജബ് മാസത്തിൽ ഗർഭം ധരിച്ചു എന്ന് പറഞ്ഞാൽ റബിയുൽ അവ്വലാണ് ജനിച്ചതെന്നും സുന്നികളായ ആളുകൾ പറയുന്നു എന്നവർ പറയുന്നു. റബിയുൽ അവ്വലിൽ ജനിച്ചു, റജബിൽ ഗർഭം ധരിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ശരിക്കൊന്ന് കൂട്ടി നോക്കുകയാണെങ്കിൽ റജബിൽ ഗർഭം ധരിച്ചാൽ അത് കഴിഞ്ഞാൽ പിന്നെ ശഅബാൻ 1, റമദാൻ 2, ശവ്വാൽ 3, ദുൽഖഅദ് 4, ദുൽഹജ്ജ് 5, മുഹറം 6, സഫർ 7, റബീഉൽ അവ്വൽ 8. അപ്പോൾ 8-ാം മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രസവിക്കപ്പെട്ടു എന്നാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ കേവലം എന്തായി, തികയാതെ പ്രസവിക്കപ്പെട്ടു എന്ന ഒരു ന്യൂനത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വന്നില്ലേ എന്ന് ബിദഈകൾ ചോദിക്കുന്നു. അപ്പോൾ അതൊരു മോശമാണ് റസൂലുള്ളാഹി തങ്ങളെ സംബന്ധിച്ചിടത്തോളം. 8 മാസമായപ്പോഴേക്കും പ്രസവം നടന്നു എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിനെ 8 എന്നാണോ 9 എന്നാണോ അല്ലെങ്കിൽ 8-ൽ പ്രസവിച്ചാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അതൊക്കെ നമ്മളൊന്ന് ചർച്ച ചെയ്താൽ സമൂഹത്തിന് വലിയ ഉപകാരമാവും ഇൻഷാ അല്ലാഹ്. അതായത് മൗലിദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രകീർത്തിക്കുകയല്ല, മറിച്ച് ഇകഴ്ത്തുകയാണ് നിങ്ങളതിലൂടെ ചെയ്യുന്നത് എന്നാണ് ഇപ്പോൾ പറഞ്ഞതിൻ്റെ ചുരുക്കം. അതിനൊരു നല്ല മറുപടി തന്നെ ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആമിന ബീവി ഗർഭസ്ഥ ശിശുവായി എത്ര മാസം കൊണ്ടു നടന്നു? അവിടെയാണ് ഇതിൻ്റെ കാതിലായ വശം കിടക്കുന്നത്. ചരിത്രകാരന്മാർക്കിടയിൽ ഭിന്നാഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. 8, 9, 10 ഇങ്ങനെയൊക്കെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അതിലൊരു അഭിപ്രായമാണ് 8 മാസമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഗർഭസ്ഥ ശിശുവായി ആമിന ബീവിയുടെ വയറ്റിൽ കഴിഞ്ഞത്. അങ്ങനെ വരുമ്പോൾ റജബ് മാസത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഗർഭധാരണം ഉണ്ടായിട്ടുള്ളത്. ആ അഭിപ്രായമാണ് ബഹുമാനപ്പെട്ട ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു മങ്കൂസ് മൗലിദിൽ കൊണ്ടുവരുന്നത്. അങ്ങനെ റജബ് മാസത്തിലാണ് ഗർഭധാരണം നടന്നത് എന്ന് വരികയാണെങ്കിൽ 8 മാസമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമിന ബീവിയുടെ ഗർഭസ്ഥ ശിശുവായി കഴിഞ്ഞത്. അങ്ങനെ 8-ാം മാസം നബി തങ്ങളെ പ്രസവിക്കുന്നു. അങ്ങനെ വരുമ്പോൾ
ഇവിടെയുള്ളൊരു ആരോപണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇകഴ്ത്തലാണ്. കാരണം മാസം തികയാതെ പ്രസവിക്കുമ്പോൾ സ്വാഭാവികമായും അതൊരു ന്യൂനതയല്ലേ എന്നുള്ളത്. അതൊരിക്കലും ന്യൂനതയായി വരുന്നില്ല നബി തങ്ങളെ സംബന്ധിച്ചിടത്തോളം. കാരണം മാസം തികയാതെ ഒരു കുട്ടിയെ പ്രസവിക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ന്യൂനത സാധാരണഗതിയിൽ കാണാറുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 8-ാം മാസത്തിൽ നബി തങ്ങളെ പ്രസവിച്ചിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൂർണ്ണനായിട്ടാണ് പിറവിയെടുക്കുന്നത്. എല്ലാ വിശേഷണങ്ങളും ഒത്തവനായി ഭൂമി ലോകത്തേക്ക് ആരെങ്കിലും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമേ ഉള്ളൂ. അതിൻ്റെ അപ്പുറം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രസവം അടുക്കുന്ന കാലഘട്ടത്തിൽ ജാഹിലിയ കാലഘട്ടമാണല്ലോ. ആ ജാഹിലിയ കാലഘട്ടത്തിൽ പ്രചാരം നേടിയ ഒരു അന്ധവിശ്വാസം വന്ന് നിലനിന്നിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിറവി തന്നെ അതുവരെ നടമാടിയിരുന്ന മുഴുവൻ അന്ധവിശ്വാസത്തെയും വിഭാടനം ചെയ്യുന്ന ഒരു കുട്ടി ഇതാ പ്രസവിക്കുന്നു എന്ന സുവിശേഷവുമായിട്ടാണ് നബി തങ്ങളെ പ്രസവിച്ചിട്ടുള്ളത്. അല്ലേ, നബി തങ്ങളെ ബിംബങ്ങൾ തലകുത്തി വീണതും അടക്കമുള്ള ഒട്ടേറെ അത്ഭുതങ്ങൾ അന്ന് സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു അത്ഭുതം ഇവിടെയും സംഭവിച്ചു. അന്ന് നടന്നിരുന്നൊരു പ്രചാരമുള്ളൊരു അന്ധവിശ്വാസമായിരുന്നു, 8-ാം മാസത്തിൽ ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടി ജീവനോടെ അവശേഷിക്കില്ല. ഇനി അവശേഷിച്ചാൽ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു വൈകല്യം, ബുദ്ധിമാന്ദ്യമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു വൈകല്യം ആ കുട്ടിയിൽ നിലനിൽക്കാറുണ്ട്. ബഹുമാനപ്പെട്ട അലി ഇബ്നു ബുർഹാനുദ്ദീനുൽ ഹലബി അവിടുത്തെ സീറത്തുൽ ഹലബിയയിൽ ഇത് വിശദമായി തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അന്ധവിശ്വാസത്തെ വിഭാടനം ചെയ്യൽ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ പിറവിയിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അവരുടെ ധാരണ പൂർണ്ണമായും തെറ്റാണ്. അങ്ങനെ 8-ാം മാസത്തിൽ ജനിച്ച കുട്ടിയും വളരെ ആരോഗ്യവാനായിട്ട് തന്നെ വളരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ പിറവിയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുക്കുക എന്നൊരു ലക്ഷ്യം കൂടെ ഇതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു ചരിത്രത്തിൽ എതിരഭിപ്രായങ്ങൾ വന്നൊരു വിഷയമാണ്. അതായത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം എന്ന് പറഞ്ഞാൽ അത് പലർക്കും ഉള്ള ഒരു മറുപടിയാണ്. പല അന്ധവിശ്വാസങ്ങൾക്കുമുള്ള വായടപ്പൻ മറുപടിയാണ്. അതിൽപ്പെട്ട ഒന്നാണ് സയ്യിദ് അലവി നിസാമി പറഞ്ഞു, ഈ 8 മാസമായാൽ കുട്ടിക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടാവും. വലം യഈഷ് കിതാബുകൾ കാണാം. ഇമാം ഹലബി റഹ്മത്തുള്ളാഹി അലൈഹി സീറത്തുൽ ഹലബി നേരത്തെ പറഞ്ഞല്ലോ, വിശദീകരിച്ചിട്ടുണ്ട്. ആ ഒരു അന്ധവിശ്വാസത്തെ വിഭാടനം ചെയ്തു എന്നു മാത്രമല്ല, അദ്ദേഹം പറയുകയാണ് തുടർന്നിട്ട്, ഹിയ ആയത്തുൻ, അതൊരു വലിയ ദൃഷ്ടാന്തമാണ്. കാരണം എന്താ അറിയോ, കമ അന്ന ഈസ അലൈഹിസ്സലാം, ഈസ അലൈഹി സ്വലാത്തു വസ്സലാമും വുലിദ ഫി ശഹരി സാമിൻ, ഈസ അലൈഹിസ്സലാമിനെയും മറിയം ബീവി പ്രസവിച്ചത് 8-ാം മാസത്തിലായിരുന്നു. അപ്പോൾ ഇതുപോലത്തെ അസാധാരണമായ ഒരു പ്രസവമാണ് ഈസാ അലൈഹി സ്വലാമിൻ്റേത്. അസാധാരണമായ പ്രസവമാണെന്ന് സുസമ്മതമാണ്, പിതാവില്ലാതെ ജനിച്ചതാണ്. ഇതുപോലത്തെ ഒരു അസാധാരണമായ പ്രസവമാണ് ഇത്. 8-ാം മാസത്തിലാണെങ്കിലും ഇത് കുട്ടിക്ക് യാതൊരു വൈകല്യവുമില്ലാതെ തന്നെ എന്നു മാത്രമല്ല സമ്പൂർണനായ കുട്ടിയായി വളരും എന്ന ഏറ്റവും വലിയ ദൃഷ്ടാന്തമായിരുന്നു ആ ജനനം എന്നാണ് ഇതിലൂടെ ഇമാം ഹലബി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ പോലോത്ത പരശതം പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ റജബ് മാസത്തിൽ ഗർഭധാരണ ഉണ്ടായതിനെക്കുറിച്ചാണ് നാം ചർച്ച ചെയ്തത്. എന്നാൽ തുടർന്ന് മങ്കൂസ് മൗലിദിൽ പറയുന്ന വരി, വദാലിക ഫീ ലൈലത്തിൽ ജുമുഅത്തി മിൻ ശഹരി റജബിൻ അമറ റിദ്വാന അലൈഹിസ്സലാം, റജബിൽ ഗർഭധാരണ ഉണ്ടായപ്പോൾ അല്ലാഹു തആല സ്വർഗത്തിൻ്റെ കാവൽക്കാരനായ റിദ്വാൻ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് കൽപ്പിച്ചു, സ്വർഗത്തിൻ്റെ കവാടങ്ങളൊക്കെ തുറക്കാൻ വേണ്ടി കൽപ്പിച്ചു. അങ്ങനെ ഫഫുത്തിഹ അബ്വാബുൽ ജിനാൻ വതസയ്യനത്തിൽ ഹൂറു വൽ വിൽദാൻ വദുഖത്ത് ബശായിറുൽ അഫ്റാഹ് വസഹറത്ത് കവാകിബു സ്വബാഹ് വനാദാ മുനാദിം ഫിസ് സമാഇ വൽ അർള് അലാ ഇന്നൻ നൂറൽ മക്നൂന മിൻഹു സയ്യിദുൽ ബശരി ഫീ ബത്നി ആമിനത റളിയല്ലാഹു അൻഹാ ഖദ് ഇസ്തഖർ. സ്വർഗത്തിൻ്റെ കവാടങ്ങളൊക്കെ തുറക്കപ്പെടുകയും അതുപോലെ ആകാശഭൂമികളിൽ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബ്ദുള്ള എന്ന ഉപ്പയിൽ നിന്ന് അവിടുത്തെ നൂറ്
അവിടുത്തെ ഉമ്മയായ ആമിന ബീവി റളിയല്ലാഹു അൻഹയുടെ ഗർഭാശയത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് എന്ന ആ ഒരു സന്തോഷ വാർത്ത വിളിച്ചു പറയുകയും ചെയ്ത സംഭവം നമ്മുടെ മങ്കൂസ് മൗലിദിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഇതിനെയും ഇത്തരം ബിദഈ കക്ഷികൾ അവർ മങ്കൂസ് മൗലിദിൽ പറഞ്ഞിരിക്കുന്ന നൂറുകണക്കിന് നുണകൾ എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന കൂട്ടത്തിൽ ഇതിനെയും ഉൾപ്പെടുത്തി പറയാറുണ്ട്. ഇതിന് നമുക്ക് വല്ല പ്രമാണങ്ങളും സമർപ്പിക്കാൻ സാധിച്ചാൽ ഒരുപാട് ആളുകളുടെ തെറ്റിദ്ധാരണകൾക്ക് നിവാരണം കണ്ടെത്താൻ സാധ്യമാകും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആമിന ബീവി ഗർഭം ധരിച്ച രാത്രിയിൽ ഈ ലോകത്ത് ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന് ധാരാളം ഗ്രന്ഥങ്ങളിൽ കാണാം. ബഹുമാനപ്പെട്ട സഹ്ൽ ഇബ്നു അബ്ദുല്ലാഹി തുസ്തരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതായിട്ട് അൽ ഹാഫിള് ഖതീബുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണാം. ലമ്മ അറാദല്ലാഹു തആല ഖൽഖ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ബത്നി ഉമ്മിഹി ആമിന. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആമിന ബീബി റളിയല്ലാഹു അൻഹയുടെ ഉദരത്തിൽ സൃഷ്ടിക്കാൻ തീരുമാനിച്ച സമയത്ത് അത് ലൈലത്ത റജബ്, അത് റജബിൻ്റെ രാത്രിയിലായിരുന്നു. ശേഷം പറയുന്നു വക്കാനത്ത് ലൈലത്തുൽ ജുമുഅ, അതൊരു ജുമുഅയുടെ രാവിലാണ്, വെള്ളിയാഴ്ച രാവിലാണ്. അമറല്ലാഹു തആല ഫി തിൽക്കൽ ലൈലത്തി റിദ്വാന ഖാസിനൽ ജന്ന, സ്വർഗത്തിൻ്റെ പാറാവുകാരനാകുന്ന റിദ്വാൻ അലൈഹിസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല രാത്രിയിൽ നിർദ്ദേശിക്കുകയാണ് അൻ യഫ്തഹൽ ഫിർദൗസ്, ഫിർദൗസ് ആകുന്ന സ്വർഗം തുറന്നു വെക്കാൻ വേണ്ടി കൽപ്പിക്കുകയാണ്. ഫുത്തിഹത്ത് അബ്വാബുൽ ജിനാൻ എന്ന് പറഞ്ഞല്ലോ, അതുതന്നെയാണ് ഈ ഹദീസിൽ പറയുന്നത്. അൻ യഫ്തഹൽ ഫിർദൗസ്, ഫിർദൗസ് ആകുന്ന സ്വർഗം അത് തുറന്നു വെക്കാൻ വേണ്ടി കൽപ്പിക്കുന്നു. അതേപോലെ തന്നെ വയുനാദി മുനാദിം ഫിസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളിൽ ആകമാനം ഒരാളോട് വിളംബരം നടത്താനും പറയുകയാണ്. എന്താണ് വിളംബരം നടത്താൻ പറഞ്ഞത്? അദ്ദേഹം വിളംബരം ചെയ്തത് അലാ ഇന്നൻ നൂറൽ മഹ്സൂനൽ മഖ്നൂനല്ലദീ യകൂനു മിൻഹു നബിയുൽ ഹാദി ഫീ ഹാദിഹി ലൈലത്തി യസ്തഖിറു ഫീ ബത്നി ഉമ്മിഹി ആമിന. അവിടെ പറയുന്നു അലാ, ആ വിളംബരം നടത്തിയ ആൾ വിളിച്ചു പറയുന്നത് അലാ ഇന്നൻ നൂറൽ മഹ്സൂനൽ മഖ്നൂൻ, ഒളിഞ്ഞിരിക്കുന്ന അമൂല്യ നിക്ഷേപമായ ആ പ്രകാശം അല്ലദീ യകൂനു മിൻഹു നബിയുൽ ഹാദി, ആ പ്രകാശത്തിൽ നിന്നാണ് സന്മാർഗവാഹകനാകുന്ന ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പ്രകാശമുണ്ടാകുന്നത്. ഫീ ഹാദിഹിൽ ലൈല യസ്തഖിറു ഫീ ബത്നി ഉമ്മിഹി, ആമിന ബീബി റളിയല്ലാഹു അൻഹയുടെ ഗർഭാശയത്തിൽ സ്ഥാപിതമായത് ആ രാത്രിയിലാണ് എന്ന് ഈ റിപ്പോർട്ടിൽ കാണാം. അതിനുശേഷം വീണ്ടും പറയുന്നുണ്ട് അല്ലദീ ഫീഹി യത്തിമു ഖൽഖുഹു വ യഖ്റുജു ഇലന്നാസി ബശീറൻ വ നദീറ. ഈ സംഭവം ഇമാം ഖസ്തലാനിയുടെ മവാഹിബുൽ ലദുന്നിയയുടെ 1-ാമത്തെ വാള്യം 72-ാമത്തെ പേജിൽ പറയുന്നതായിട്ട് കാണാം. അപ്പോൾ ചുരുക്കത്തിൽ ആകാശത്തിൽ വിളംബരം ചെയ്തു, ഒരാൾ വിളിച്ചു പറഞ്ഞ് ആകാശഭൂമിയിൽ ആകമാനം ഒരാൾ വിളംബരം നടത്തുകയും സ്വർഗത്തിൻ്റെ കവാടങ്ങളെല്ലാം തുറന്നിടാൻ പറയുകയും ചെയ്തത് രേഖയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മങ്കൂസ് മൗലിദിൽ ചേർത്തിട്ടുള്ളത് എന്ന് ഈ വിശദീകരണത്തിൽ നിന്ന് മനസ്സിലാക്കാം. യഥാർത്ഥത്തിൽ ഈ വിഷയം, ഇതുപോലത്തെ വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് ഇത്തരം നൂലാമാലകളാണ്, വ്യാജോക്തികളാണ് മങ്കൂസ് മൗലിദിലൊക്കെ ഉള്ളത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആക്ഷേപിക്കാറുള്ളത്. അങ്ങനെ ആക്ഷേപിക്കുകയാണെങ്കിൽ നോക്കൂ, നേരത്തെ പറഞ്ഞ ഈ സംഭവം ഉദ്ധരിച്ചതാരാണ്? മഹാനായ ഖതീബുൽ ബഗ്ദാദി റഹ്മത്തുള്ളാഹി അലൈഹി. ഹദീസിൻ്റെ രംഗത്തും ചരിത്ര രംഗത്തൊക്കെ ഹുജ്ജത്താണ് എന്ന് മഹാന്മാർ വിശേഷിപ്പിച്ച ഖതീബുൽ ബഗ്ദാദിയുടെ സ്ഥാനം എവിടെയായിരിക്കും എന്നുകൂടി ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ ആലോചിക്കുന്നത് നന്നായിരിക്കും എന്നാണ് ഈ സമയത്ത് ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ
ഗർഭം ധരിച്ച സമയത്തുണ്ടായ ഈ അത്ഭുതങ്ങളൊക്കെ പ്രമാണബദ്ധമാണ് എന്നാണ് ഈ വിശദീകരണത്തിൽ നമുക്ക് ബോധ്യപ്പെട്ടത്. ഇനി ഇതിനെ തുടർന്ന് മറ്റൊരു ആരോപണം കൂടി പറയാറുണ്ട്. വലമ്മന്തഖല നൂറു നബിയിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ അബ്ദില്ലാഹി ഇലാ ബത്നി ആമിനത റളിയല്ലാഹു അൻഹ ഇഹ്തസ്സൽ അർശു തറബൻ വസ്തിബ്ശാറ. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ നൂറ് ആമിന ബീബി റളിയല്ലാഹു അൻഹയുടെ ഗർഭാശയത്തിലെത്തിയപ്പോൾ അർശ് വിറച്ചു എന്നാണ് മങ്കൂസ് മൗലിദിൽ പറഞ്ഞിട്ടുള്ളത്. ഇതും ശരിയാണോ? ഇത് കളവല്ലേ? അർശ് എന്ന അള്ളാഹുവിൻ്റെ ആ വലിയ സൃഷ്ടി അതെങ്ങനെയാണ് ഇളകുന്നത്, വിറക്കുന്നത് എന്നൊക്കെയാണ് സാധാരണ മുജാഹിദ് വേദികളിൽ പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്തുകൊണ്ട് ചോദ്യമുന്നയിക്കാറുള്ളത്. ഈ വിഷയത്തിലും നമുക്കൊരു നിവാരണം കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ അർശ് അള്ളാഹുവിൻ്റെ വലിയ സൃഷ്ടിയാണ്. അത് കുലുങ്ങോന്നുള്ളതാണ്. കുലുങ്ങിയപ്പോൾ ഈ പ്രശ്നമൊക്കെ തീരും. കുലുങ്ങൊന്ന് തെളിഞ്ഞാൽ ഈ വിഷയമൊക്കെ ഇവിടെ തീർന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. വിവരം ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ഉണ്ടാകുന്നതും ആളുകളെ സംശയിപ്പിക്കുന്നതും. ഒരാൾക്ക് അറിവില്ലെങ്കിൽ എനിക്കറിവില്ല എന്നും പറഞ്ഞ് വീട്ടിലിരിക്കാൻ നല്ല രസമാണ്. പക്ഷെ അത് ഇവർ ചെയ്യാത്തത് കൊണ്ടാണ്. അറിവില്ല എന്ന് മാത്രമല്ല, ചോദ്യം ചെയ്യാണ്. അർശ് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ വലിയ സൃഷ്ടി. ആ സൃഷ്ടിയെ പടച്ചത് അള്ളാഹുവാണ്. അള്ളാഹു പടച്ച ഒരു സാധനം കുലുങ്ങാൻ അള്ളാഹ് വിചാരിക്കുന്നു എന്ന് വെച്ചാൽ അതവിടെ കുലുങ്ങുന്നതിന് തകരാറൊന്നുമില്ല. എന്തുകൊണ്ട്? അതിവിടെ മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി അർശ് കുലുങ്ങി എന്ന് പറയുമ്പോൾ അതിനേക്കാളും താഴെ ഉള്ള ആളാണ് ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹു, സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി തങ്ങളുടെ ശിഷ്യന്മാരിൽ ഒരാളാണ്. മഹാനവറുകളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞു. ഇമാം ബുഖാരി തൻ്റെ സ്വഹീഹിൽ 3803 നമ്പർ ഹദീസ്, ഇഹ്തസ്സൽ അർശു ലിമൗതി സഅദ് ഇബ്നു മുആദിൻ. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അവിടുന്ന് വഫാത്തായതിനു വേണ്ടി അർശ് കുലുങ്ങി എന്ന് സ്വഹീഹായ ഹദീസിൽ, അത് ബുഖാരി ഇമാമാണ് ആ ഹദീസ് ഉദ്ധരിക്കുന്നത്. അപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ വഫാത്തുമായി ബന്ധപ്പെട്ട് അർശ് കുലുങ്ങിയത് എന്തിനാണ്? അത് ആ ഹദീസ് വിശദീകരിച്ച് മുഹദ്ദിസുകളായ ഹദീസ് വ്യാഖ്യാതാക്കളായ പണ്ഡിതന്മാർ പറഞ്ഞു, അതും ഒരു സന്തോഷം കൊണ്ടാണ് അവിടെയും കുലുങ്ങിയത് എന്നുള്ളതാണ്. കാരണം സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതവും അവിടുത്തെ വഫാത്തും അങ്ങനെയൊക്കെയാണല്ലോ, അതൊക്കെ ചരിത്രം പഠിച്ച ആളുകൾക്കറിയാം. അപ്പോൾ അങ്ങനത്തെ ഒരാൾ ഇങ്ങോട്ട് വരുന്നുണ്ട് എന്ന ആ ഒരു സന്തോഷത്തോടെ അർശ് കുലുങ്ങിയതാണ് എന്ന് അതിനെ വിശദീകരിച്ച ഇമാമിങ്ങളുണ്ട്. ആ അർശ് കുലുക്കാൻ കാരണം മലക്കുകളെ വിവരം അറിയിക്കലാണ് എന്നും അതിന് വിശദീകരണം കൊടുത്ത പണ്ഡിതന്മാരുണ്ട്. അപ്പോൾ ഏതായാലും അർശ് കുലുങ്ങും എന്നതിന് സ്വഹീഹായ ഹദീസ് കൊണ്ട് തന്നെ നമുക്ക് തെളിയിക്കാൻ കഴിയും. അത് തെളിഞ്ഞ കാര്യമാണ്. അതിലേറെ സഅദ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ എത്രയോ പദവി കൂടുതലുള്ള ഏറ്റവും വലിയ നേതാവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ തിരുദൂതരുടെ ഗർഭധാരണയുമായി ബന്ധപ്പെട്ട് അർശ് കുലുങ്ങി എന്ന് പറയുന്നതിൽ അതിശയപ്പെടാനൊന്നുമില്ല എന്ന് അതേ സംബന്ധിച്ച് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ മൗലിദിൽ ഇങ്ങനെ ഒരു വരി നമുക്ക് കാണാം. വഇദാ ബിത്വാഇരിൻ അബിയള ഖസ്സഖത മിനൽ ഹവാ ഫമറ ബിജനാഹൈഹി അലാ ബത്നി ആമിന റളിയല്ലാഹു അൻഹ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രസവിക്കുന്ന സമയത്ത് മഹദിയായ ആമിന ബീവി റളിയല്ലാഹു അൻഹയുടെ വയറിൽ ഒരു വെളുത്ത പക്ഷി വന്ന് തലോടിപ്പോയി എന്ന് ഈ മൗലിദിലെ ഈ വരിയിൽ കാണാം. യഥാർത്ഥത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടാവാത്തതൊന്നും
നമ്മുടെ ബഹുമാനപ്പെട്ട ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ മങ്കൂസ് മൗലിദിൽ കൊടുത്തിട്ടില്ല. എല്ലാം ഉള്ളതേ കൊടുത്തിട്ടുള്ളൂ. അൽഹംദുലില്ലാ, മങ്കൂസ് മൗലിദിനെ ഇഴകീറി ചർച്ച ചെയ്യുന്ന വേദിയാണല്ലോ നമ്മുടെ വേദി. അപ്പോൾ ഓരോ വരിയും നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. മങ്കൂസ് മൗലിദിൽ ആ പറയുന്ന കാര്യവും വളരെ സത്യസന്ധമായിട്ട് തന്നെയാണ് ബഹുമാനപ്പെട്ടവർ രേഖപ്പെടുത്തി വച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട അബൂ നുഐം റളിയല്ലാഹു തആലാൻഹു ഉദ്ധരിക്കുന്നൊരു ദീർഘമായ ഹദീസിൻ്റെ ഒരു ഭാഗം ആമിന ബീവിയിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. ആമിന ബീവി റളിയല്ലാഹു തആലാൻഹ പറയുന്നു, ഖാലത്ത് സുമ്മ അഖദനി മാ യഖുദുഹുൻ നിസാ. സാധാരണ സ്ത്രീകൾക്ക് പ്രസവ സമയത്തുണ്ടാകുന്ന എല്ലാ അസ്വസ്ഥതകളും എന്നെയും പിടികൂടി. ആമിന ബീവി പറയാണ്, അങ്ങനെ വലം യാലം ബി അഹദുൻ ലാ ദക്കറുൻ വലാ ഉൻസ, ഒരാളും എന്നെ അറിഞ്ഞില്ല. വൈന്നീല വഹീദത്തും ഫിൽ മൻസിലി, വീട്ടിൽ ഞാൻ തനിച്ചാണ്. അബ്ദുൽ മുത്തലിബി ഫി ത്വവാഫിഹി, അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു അപ്പോൾ ത്വവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫസമിഅതു വജബത്തൻ അളീമ, അപ്പോൾ ഒരു ശക്തമായ ശബ്ദം ഞാൻ കേട്ടു. അമ്രൻ അളീമ, ഭയങ്കരമായൊരു സംഭവം. അങ്ങനെ സുമ്മർ അയ്ത്തു കന്ന ജനാഹ ത്വൈരിൻ അബിയദ് അത് മസഹ അലാ ഫുആദി ഫദഹബ അന്നി അർറുബു വകുല്ലു വജഇൻ അജ്ദുഹു. ആ സമയത്ത് അന്തരീക്ഷത്തിൽ നിന്ന് വീണതൊരു വെളുത്ത പക്ഷിയായിരുന്നു. അങ്ങനെ ആ വെളുത്ത പക്ഷി എൻ്റെ ഹൃദയത്തെ തഴുകി തലോടി അത് മുന്നോട്ട് പോയി. ആമിന ബീവി റളിയല്ലാഹു തആല അൻഹയാണ് പറയുന്നത്. അങ്ങനെ ആ പക്ഷിൻ്റെ ഫുആദിനെ എൻ്റെ ഹൃദയത്തെ ഇങ്ങനെ തഴുകി തലോടി പോയപ്പോൾ ഞാൻ അതുവരെ അനുഭവിച്ചിരുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ഞാൻ മുക്തയായി. എനിക്ക് വല്ലാത്ത സന്തോഷം അനുഭവപ്പെട്ടു. ഇത് പറയുന്നത് മഹദിയായ ബീവി ആമിന റളിയല്ലാഹു അൻഹയാണ്. ഇത് ഉദ്ധരിക്കുന്നത് ബഹുമാനപ്പെട്ട അബൂ നുഐം തങ്ങളാണ്. ഒരുപാട് ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഇത് രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ഖസ്തലാനി റഹ്മത്തുള്ളാഹി അലൈഹി സ്വഹീഹുൽ ബുഖാരിക്ക് വ്യാഖ്യാനം എഴുതിയ മഹാപണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ അൽ മവാഹിബുൽ ലദുന്യയുടെ 1-ാം വാള്യം 112, 113 ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി ഖസായിസുൽ കുബറയുടെ 148 ഇത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വെളുത്ത പക്ഷി വന്ന ഈ സംഭവം യഥാർത്ഥത്തിൽ ഇമാമുകളൊക്കെ എഴുതി വെച്ച് തന്നെയാണ്. ഇപ്പോൾ വഹാബികളല്ലേ, അവർക്കിനി ചോദിക്കാം, അപ്പോൾ എന്തൊരു വെളുത്ത പക്ഷി തന്നെ ആയത്, അതിന് കറുത്തതായിക്കൂടെ? ഇനി ഒരു പക്ഷേ അതായിരിക്കും ചോദിക്കുക. ചരിത്രത്തിലുള്ളത് വെളുത്ത പക്ഷി ആയതുകൊണ്ടാണ് അങ്ങനെ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. ഇങ്ങനെ മങ്കൂസ് മൗലിദിലെ ഓരോ വരിയും പ്രമാണബദ്ധമാണ്. എല്ലാം ഇമാമുകൾ എഴുതി വെച്ചത് തന്നെയാണ് ബഹുമാനപ്പെട്ടവരും മങ്കൂസ് മൗലിദിൽ എഴുതി വച്ചിട്ടുള്ളത്. ഇവിടെ വഹാബികൾ നടത്തുന്ന ഒരു തരികിട നമ്മളെല്ലാവരും മനസ്സിലാക്കണം. അതായത് അവർ പറയും മങ്കൂസ് മൗലിദിലുള്ളത് പക്ഷി വന്നിട്ട് ആമിന ബീവിയുടെ വയറ്റത്തടിച്ചു പോകുന്നു. എന്നിട്ട് ഓതാണ് ഫളറബഹൽ മഖാദു ലൈലത്തൽ ഇസ്നൈനി സാനി അശർ വൈദാബി ത്വാഇരിൻ അബിയല ഖസ്സഖത മിനൽ ഹവാ ഫമറ ബിജനാഹൈഹി ഫളറബഹൽ മഖാദു ലൈലത്തൽ ഇസ്നൈനി. അവിടെ ലറബ എന്ന പദം ഉണ്ടല്ലോ. എന്നിട്ട് അതും പറഞ്ഞിട്ട് അവർ പറയാണ്, അപ്പോൾ ആമിന ബീവിയുടെ വയറ്റത്തടിച്ചപ്പോഴാണ് പ്രസവിച്ചത്. യഥാർത്ഥത്തിൽ മൗലിദിനെ കൊച്ചാക്കാൻ നടത്തുന്ന ഒരു വലിയ തരികിടയാണ് ഇത് എന്ന് നാം മനസ്സിലാക്കണം. കാരണം ലറബഹൽ മഖാലു എന്ന് പറഞ്ഞാൽ ഈ സാധുക്കൾ മനസ്സിലാക്കിയത് ലറബ എന്ന് പറഞ്ഞാൽ അടിച്ചോടിച്ച് ഈ ഒരു അർത്ഥം തന്നെ ഉള്ളൂ. യഥാർത്ഥത്തിൽ ലറബ എന്ന അറബി പദമായ ഫിഅൽ എന്ന് പറയും. ആ ഫിഅലിനൊരു ഫായിലുണ്ടാവും. ആ ഫായിൽ ഒരിക്കലും ഈ പക്ഷിയല്ല, തൊട്ടിപ്പുറത്ത് തന്നെ അതിൻ്റെ കർത്താവ്, ഈ ക്രിയയുടെ കർത്താവ്, ഈ ഫിഅലിൻ്റെ ഫായിൽ ആരാണെന്ന് പറയുന്നുണ്ട്. ലറബഹൽ മഖാദു എന്നാണ്. അപ്പോൾ ലറബഹൽ മഖാദു എന്ന് ലറബ എന്ന് പറഞ്ഞാൽ അടിക്കാന്ന് മാത്രം അർത്ഥമുള്ളൂ എന്നാണ് ഇവർ ധരിച്ച് വെച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഖുർആനിൽ എടുത്തു നോക്കി നിങ്ങൾ, വദരിബ് ലഹും മസലൻ, ഉപമയെ നിങ്ങൾ അടിച്ചു കൊടുക്കുന്നോ? ലറബക്ക് തന്നെ ഒരുപാട് അർത്ഥങ്ങൾ ഡിക്ഷണറിയിൽ നമുക്ക് പരതി നോക്കിയാൽ കാണാൻ കഴിയും. ഖുർആനിൽ തന്നെ മറ്റൊരിടത്ത് കാണാം, വൈദാ ലറബ്തും ഫിൽ അർളി, നിങ്ങൾ ഭൂമിയിൽ അടിച്ചാലോ. വിശുദ്ധ ഖുർആനിൽ വൈദാ ലറബ്തും ഫിൽ അർളി ഫലൈസ അലൈക്കും ജുനാഹുൻ അൻ തഖ്സുറു മിനസ് സ്വലാഹ്, നിങ്ങൾ ഭൂമിയിൽ അടിച്ചാൽ നിങ്ങൾക്കിത് നിസ്കാരം കസറാക്കാം എന്നാവും ഇവരുടെ ഭാഷയനുസരിച്ച് അതിനർത്ഥം വെക്കേണ്ടി വരിക. യഥാർത്ഥത്തിൽ ലറബ ഫിൽ അർളി എന്ന് പറഞ്ഞാൽ യാത്ര ചെയ്യുക എന്നാണ്, ഭൂമിയിൽ അടിച്ചു എന്നല്ല അർത്ഥം. ഇതുപോലെ ലറബഹൽ മഖാലു എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം പ്രസവവേദന വന്നു എന്നാണ്. ഫലറബഹൽ മഖാലു, ആ പക്ഷി അങ്ങനെ അങ്ങ് തഴുകി തലോടി പോയപ്പോഴാണ്
മഹദിക്ക് പ്രസവവേദന ഉണ്ടായത് എന്നാണ് ഈ ചരിത്രത്തിൽ മങ്കൂസ് മൗലിദിൽ അതിൻ്റെ പ്രമാണമായ ചരിത്ര ഗ്രന്ഥങ്ങളിലെല്ലാം ഉദ്ധരിച്ചിട്ടുള്ളത്. ദയവ് ചെയ്ത് അറബിയെങ്കിലും പഠിച്ചിട്ട് വേണം മങ്കൂസ് മൗലിദിനെ നേരിടാൻ എന്നു മാത്രമേ ഈ സമയത്ത് അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളൂ. പിന്നെ ഷെരീഫ് സഖാഫി, ഫെയിലും ഫായിലൊക്കെ അറിയുന്നവരോടല്ലേ ഇപ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ട് കാര്യം. ആദ്യമേ ഫെയിലും ഫായിലും അറിയുകയാണെങ്കിൽ ഇത്തരം അബദ്ധങ്ങൾ ഇപ്പോൾ അവർ ചോദിക്കാറില്ലല്ലോ. അതായത് സാധാരണക്കാരെ, ഓൽക്കിപ്പോൾ ഈ വിഷയങ്ങളൊന്നും അറിയില്ലല്ലോ, സാധാരണക്കാരെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ. സാധാരണക്കാരായ ആളുകൾ ഈ ചോദ്യം കേൾക്കുമ്പോഴേക്ക് അവരിങ്ങനെ അന്തിച്ച് നിൽക്കുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ടാണ് ഇത് യഥാർത്ഥത്തിൽ അറബി ഭാഷാപരമായി തന്നെ പച്ച തെറ്റാണ് എന്നാണ് നമ്മളിവിടെ സമർത്ഥിച്ചത്. മങ്കൂസ് മൗലിദിലെ ഒരു വരിയാണ് വലദത്സുഹു മഖ്തൂനം വമക്ഹൂലൻ കമാ ഖദ് ജാഅ ഫിൽ ഖബരി സ്വഹീഹിൽ മുസ്നദു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചേലാകർമ്മം ചെയ്യപ്പെട്ടുകൊണ്ടാണ് ആമിന ഉമ്മ റളിയല്ലാഹു അൻഹ പ്രസവിച്ചിട്ടുള്ളത് എന്നാണ്. ഇത് സ്വഹീഹായ ഹദീസിൽ ഉണ്ട് എന്നാണ് മങ്കൂസ് മൗലിദിൽ ഉള്ളത്. അപ്പോൾ പലപ്പോഴും ചോദിക്കാറുണ്ട് ഈ വിഷയത്തിൽ സ്വഹീഹായ ഹദീസ് ഉണ്ടോ എന്ന്. നമുക്ക് അതിന് ഇവിടെ നിവാരണം കണ്ടെത്തിയാൽ അത് ആളുകൾക്ക് വലിയ ഉപകാരമായി തീരും. അതെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രസവിക്കപ്പെടുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചേലാകർമ്മം ചെയ്യപ്പെട്ടവരായ നിലയിലാണ് പിറന്നു വീണത് എന്ന് സ്വഹീഹായി തന്നെ വന്നിട്ടുണ്ട്. നമ്മളാരും സ്വയം പറയണ്ട, നമ്മുടെ വക പറയേണ്ട. ഇമാമിങ്ങളൊക്കെ വളരെ വ്യക്തമായി അവരുടെ കിതാബിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അഖ്റജ ത്വബറാനിയു ഫിൽ ഔസത്ത് وأبو نعيم والخطيب وابن عساكر في تاريخه من طرق عن أنس عن النبي صلى الله عليه وسلم أنه قال من كرامتي على ربي أني ولدت مختونا ولم ير أحد سوءتي. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞൊരു ഹദീസ് ഒമാനപ്പെട്ട ഇമാം ത്വബറാനി റളിയല്ലാഹു അൻഹു ഔസത്തിൽ അത് രേഖപ്പെടുത്തി. അബൂ നുഐം എന്നവർ, ഖതീബുൽ ബഗ്ദാദി എന്നവർ, അതുപോലെ ഇബ്നു അസാക്കിർ റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ താരീഖിൽ, ഇങ്ങനെ നിരവധി ഇമാമീങ്ങൾ അവരുടെ കിതാബുകളിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയൊരു ഹദീസാണ് ഞാൻ നേരത്തെ വായിച്ചത്. മിൻ കറാമത്തി അലാ റബ്ബി, എൻ്റെ റബ്ബ് എനിക്ക് നൽകിയ ആദരവുകളിൽപ്പെട്ടതാണ്, ബഹുമതികളിൽപ്പെട്ടതാണ്. അന്നി ഉലിത്തു മഖ്തൂന, ഞാൻ ചേലാകർമ്മം ചെയ്യപ്പെട്ടവരായ നിലയിൽ ഞാൻ പ്രസവിക്കപ്പെട്ടു എന്നത് എനിക്ക് അള്ളാഹു നൽകിയ ബഹുമതികളിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ വലം യറ അഹദുൻ സൗഅത്തി, ഒരാളും എൻ്റെ ഔറത്ത് കണ്ടിട്ടില്ല, ഒരാളും എൻ്റെ ഗുഹ്യഭാഗം കണ്ടിട്ടില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. ഈ ഹദീസ് ബഹുമാനപ്പെട്ട ഹിജ്റ 643 വഫാത്തായ ബഹുമാനപ്പെട്ട അൽ ഹാഫിദ് അൽ ഹുജ്ജ ളിയാഉദ്ദീനുൽ മഖ്ദിസി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുന്ന് പറയുന്നുണ്ട്. അവിടുത്തെ അൽ ഹാദിസുൽ മുഖ്താറ എന്ന് പറയുന്ന കിതാബിൽ ബഹുമാനപ്പെട്ട ളിയാഉദ്ദീൻ റഹ്മഹുള്ള പറയുന്നുണ്ട്, ഈ ഹദീസ് സ്വഹീഹാണ്. അപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചേലാകർമ്മം ചെയ്യപ്പെട്ടവരായ നിലയിലാണ് ഈ ലോകത്തേക്ക് പിറന്നു വീണത് എന്ന് പറയപ്പെട്ട ഹദീസ്, അത് ഇവിടെയുള്ള പുത്തൻവാദികൾ പറയുന്നത് പോലെ കേവലം വാറോലയല്ല, മറിച്ച് അത് സ്വഹീഹാണെന്ന് വലിയ വലിയ ഇമാമിങ്ങളാണ് രേഖപ്പെടുത്തുന്നത്. മാത്രമല്ല, നോക്കൂ, ഒരു ഹദീസ് കൂടി നമുക്ക് കാണാം. അനിബ്നി അബ്ബാസിൻ നബീഹിൽ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്, ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുകയാണ്, അവിടുത്തെ ഉപ്പയായ അബ്ബാസ് എന്നവരിൽ നിന്ന്, അബ്ബാസ് എന്നവർ അവിടുത്തെ ഉപ്പയായ അബ്ദുൽ മുത്തലിബ് എന്നവരിൽ നിന്ന്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുന്നുണ്ട്, ഉലിദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മഖ്തൂനൻ മസ്റൂറ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തേക്ക് പിറന്നു വീണത് ചേലാകർമ്മം ചെയ്യപ്പെട്ടവരായ നിലയിലും പൊക്കിൽ കൂടി മുറിക്കപ്പെട്ടവരായ നിലയിലുമാണ് എന്ന്. ഇത്
ധാരാളം ഇമാമിങ്ങൾ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തു. ബഹുമാനപ്പെട്ട ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു അവിടുത്തെ ദലായിലുൻ നുബവയുടെ 1-ാം വോള്യം 114-ാമത്തെ പേജിൽ, ബഹുമാനപ്പെട്ട അബൂ സഅദ് അവിടുത്തെ ത്വബഖാത്തിൽ 1-ാം വോള്യം 103-ാമത്തെ പേജിൽ, ബഹുമാനപ്പെട്ട ഇബ്നു അസാക്കിർ റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ താരീഖു ദിമഷ്കിൻ്റെ 1-ാം വോള്യം 282-ാമത്തെ പേജിൽ, ഇങ്ങനെ നിരവധി ഇമാമിങ്ങൾ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രവുമല്ല ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു, 2-ാം ഷാഫിഈ എന്നറിയപ്പെടുന്ന വിദഅത്തുകാർ പോലും പല വിഷയങ്ങളിലും ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹുവിൻ്റെ വാക്കുകൾ എടുത്തു പറയാറുണ്ട്, അവർ കൊണ്ടുവരാറുണ്ട്. അങ്ങനെയുള്ള ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഹ്ദീബുൽ അസ്മാഇ വൽ ലുഗാത്തിൻ്റെ 1-ാം വോള്യം 23-ാമത്തെ പേജിൽ പറഞ്ഞു, വറുവിയ അന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉലിദ മഖ്തൂനൻ മസ്റൂറ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിറന്നു വീണത് ചേലാകർമ്മം ചെയ്യപ്പെട്ടവരായ നിലയിലും അതുപോലെ പൊക്കിൽ കൂടി മുറിക്കപ്പെട്ടവരായ നിലയിലുമാണെന്ന്. ഇങ്ങനെ ഒരുപാട് ഇമാമിങ്ങൾ സ്വഹീഹായ ഹദീസ് കൊണ്ട് തന്നെ അവരെ കിതാബിൽ രേഖപ്പെടുത്തിയൊരു സംഭവമാണ് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അവിടുത്തെ മങ്കൂസ് മൗലിദിലും കൊണ്ടുവന്നത്. ഖദ് ജാഅ ഫിൽ ഖബരി സ്വഹീഹിൽ മുസ്നദു എന്ന് ബഹുമാനപ്പെട്ട ഇമാം അവർ രേഖപ്പെടുത്തിയത് എത്ര വ്യക്തമാണ്, എത്ര കൃത്യമാണ്. മാത്രവുമല്ല, ഈ സംഭവം വ്യത്യസ്ത റിവായത്തുകളിലൂടെ ഉദ്ധരിക്കുകയും വ്യത്യസ്ത ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിക്കുകയും അത് സ്വഹീഹാണെന്ന് മഹാന്മാർ രേഖപ്പെടുത്തുകയും ചെയ്ത് ഇവിടെ വായിച്ചു. വഹാബികളുടെ തന്നെ ആശയസ്രോതസ്സായ ഇബ്നു തൈമിയയുടെ സന്തത സഹചാരിയാണ് ഇബ്നു കസീർ. അദ്ദേഹം തൻ്റെ അൽബിദായിൽ പറയുന്നത് കാണാം, ഈ വിഷയം പറഞ്ഞുകൊണ്ട്, വഖദിദ്ദഅ ബഅദുഹും സിഹ്ഹതഹു, ഈ ഹദീസിനെ സുഹത്തായിട്ട് ചില പണ്ഡിതന്മാർ വാദിച്ചിട്ടുണ്ട്. കാരണം എന്താണെന്നറിയോ? ലിമാ വറദലഹു മിൻ തുറുഖ്, വ്യത്യസ്ത ത്വരീഖുകളിലൂടെ റിവായത്തിൻ്റെ നിവേദക പരമ്പരകളിലൂടെ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത കാരണത്താൽ ഇതിനെ സ്വഹീഹായി പ്രഖ്യാപിച്ച പണ്ഡിതന്മാർ ഉണ്ട്. ആ പണ്ഡിതന്മാരെയാണ് നേരത്തെ ഹക്കീം അഹ്സനി ഇവിടെ വായിച്ചത്. മാത്രമല്ല അദ്ദേഹം പറയാൻ ഹത്താ സഅമ ബഅദുഹും അന്നഹു മുതവാത്തിർ, മാത്രവുമല്ല അത് മുതവാത്തിറായിട്ട് ഭാഷാപരമായ മുതവാത്തിറാണ് എന്ന് പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ മുതവാത്തിറായിട്ട് തലമുറകളായി വന്ന ചരിത്രമാണ് ഇത് എന്നാണ് ഇബ്നു കസീർ പോലും രേഖപ്പെടുത്തിയിട്ടുള്ളത്.